ഏറെ ദിവസങ്ങൾ നീണ്ട പരസ്യപ്രചാരണം അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. ഹൈബി ഈഡനുണ്ട്, ഒപ്പം ഭാര്യ അന്നയുമുണ്ട്. പ്രചാരണത്തിന്റെ തിരക്കിനിടയിൽ ഹൈബിക്ക് ഒരു സർപ്രൈസ് കൊടുത്തൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. വൻ വൈറലാവുകയൊക്കെ ചെയ്തിരുന്നു. എന്തായിരുന്നു അങ്ങനെ? ബിക്കോസ് മോള് പാടും കുറച്ച്. അപ്പോൾ ഹൈബിക്ക് സാധാരണ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് രാത്രി കേക്ക് കട്ട് ചെയ്യും, പിന്നെ നെക്സ്റ്റ് ഡേ ഡിന്നറിന് എവിടെയെങ്കിലും പോവും. മോളുടെ കൂടെയും എൻ്റെ കൂടെയൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ബർത്ത്ഡേസ് അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പയിൻ ഭയങ്കര വലിയ ക്യാമ്പയിനിങ് പീരീഡ് ആയിപ്പോയി. 1.5 മാസക്കാലത്തോളം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ മോളുടെ ആനുവൽ എക്സാം കഴിഞ്ഞു, അവൾക്ക് വെക്കേഷനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവളെ കാണുന്നില്ല. അപ്പോൾ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിരുന്നു. അപ്പോൾ കുറച്ച് അവളുടെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ഒപ്പം ഹൈബിക്കും. അതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. പാട്ടിന് പിന്നിൽ അമ്മയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അല്ല, അങ്ങനെ അമ്മ മാത്രം വിചാരിച്ചാൽ അങ്ങനെ അവളങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ നിൽക്കുന്ന സാധനമല്ല അത്. ഓഫ് കോഴ്സ് അവള് പാടണോണ്ട് അവളെ ഹെൽപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. രണ്ടുപേരും പാടാവോ? അയ്യോ ഇല്ല, പാട്ട് അവളുടെ ഫോർട്ടയാണ്, അവളുടെ ഫോർട്ടയിൽ കയറില്ല. ഈ സംഗീത ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോ എന്ത് തോന്നി? ക്ലാരയ്ക്ക് പപ്പയെ മിസ് ചെയ്തായി തോന്നി? കഴിഞ്ഞ തവണ ആള് ഒരു കുട്ടി പാടുന്നതിന്റെ ഒരു കൗതുകം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇത്തവണ ആളിത്തിരി ഉഴപ്പാണ്, നല്ല ടാലന്റഡ് ആണ്. അപ്പോ പിയാനോവും പാട്ടും ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഈ പറയുന്ന പോലെ പാതി വഴി ഉപേക്ഷിക്കും, അല്ലെങ്കിൽ തണുത്തത് കഴിക്കും, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഞങ്ങൾ അത് പറഞ്ഞിട്ട് എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും വഴക്കൂടാറുണ്ട്. അപ്പൊ അങ്ങനെ ഇത്രയും നന്നായി അത് കൺസീവ് ചെയ്യും, ഇത്രയും നന്നായി അത് പാടുമെന്ന് ഞാനും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനൊരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ആളങ്ങനെ എഫേർട്ട് എടുക്കുന്ന ആളല്ല. അപ്പൊ അതൊരു വലിയ ഒരു സന്തോഷം തന്നൊരു കാര്യമാണ്. ഈ ഹൈബി ഒരു ടെൻഷൻലെസ് ആണ്, ഒരു കൂൾ മാൻ ആയിട്ട്. എങ്ങനെയാണ് അന്ന? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ ഒപ്പം പോകാറുണ്ട്? പോസ്റ്റർ ടെൻഷനും അല്ലെങ്കിൽ വികാരങ്ങളും ദേഷ്യവും ഒക്കെ ഉള്ള ഒരാളാണല്ലോ. അപ്പൊ അത് പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അടുത്ത് കൂടിയുള്ളത് ഇവിടെ ആയിരിക്കും. അങ്ങനെയാണോ? അല്ല, അതായത് ഹൈബിക്ക് വലിയ ഇപ്പൊ എന്താ പറയാ, ഒരു മല പോലത്തെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഹൈബിക്ക് അതൊരു ടെൻഷനല്ല. ഹൈബി വളരെ കൂളായിട്ട് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യും. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്തും കൂടി ഉള്ളത് പൊട്ടുന്നത്. അപ്പം മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഹൈബിനെ ബാലൻസ് ചെയ്യിക്കാൻ. അപ്പം ഞാൻ ഒന്നും മിണ്ടില്ല, പക്ഷെ അടുത്ത ദിവസം അതും കൂടി ചേർത്ത് തിരിച്ചങ്ങ് കൊടുക്കും. അപ്പൊ ഹൈബിയും ബാലൻസ്ഡ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഇത് 4ാമത്തെ തെരഞ്ഞെടുപ്പാണ്. എല്ലാം ശീലമായല്ലേ ഇപ്പൊ ഇതിനൊരു? ഹൈബിയുടെ 4ാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള 3ാമത്തെ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 19 പാർലമെന്റ് ഭയങ്കര ഒരു ഹാസിലായിരുന്നു. കാരണം ഒന്നും നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നില്ല, ഇങ്ങനൊരു മത്സരം വേണ്ടി വരുന്ന ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. 24 ആവുമ്പോഴേക്കും നമുക്ക് ഈ 7 മണ്ഡലത്തിലുള്ളവരായിട്ടും കുറെ കൂടി പരിചയം. ഇപ്പൊ ഹൈബിക്ക് പരിചയമാവുന്നതിന്റെ ഏകദേശം അതുപോലൊക്കെ തന്നെ എനിക്കും വീട്ടിലൊക്കെ വരുന്നതല്ലേ. അപ്പൊ പരിചയമുള്ളതുകൊണ്ട് കുറെ കൂടി ഈസി ആയിരുന്നു, കമ്മ്യൂണിക്കേഷനൊക്കെ ഈസി ആയിരുന്നു. അപ്പോ എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. അന്നയും ഹൈബിയും ആണ് നമുക്കിപ്പം ചേർന്നത്. നിശബ്ദ പ്രചാരണ ദിവസം പല വീടുകളിലും ഒക്കെ പോയി വോട്ടർമാരെ നേരിട്ട് കാണുന്ന ഒക്കെയുള്ള കാര്യങ്ങൾ ഹൈബിക്കുണ്ട്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്.